ജനനായകൻ ഹോണറബിൾ CM ഓഫ് തമിഴ്നാടു ദളപതി വിജയ്സ് ലാസ്റ്റ് ഫിലിം. അങ്ങനെ പറയുമ്പം ഇറ്റ് ഹേർട്സ്, ബട്ട് സ്റ്റിൽ അങ്ങനെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. സോ എങ്ങനെ ഉണ്ടെന്ന് പറയാനാണെങ്കിൽ, ഇഫ് യു ആർ എ വിജയ് ഫാൻ, ഡോണ്ട് മിസ് ഇറ്റ്. ആൻഡ് ഇഫ് യു ആർ നോട്ട് എ വിജയ് ഫാൻ, ലൈക്ക് ദളപതി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നൊന്നുമല്ല, എനിക്ക് സിനിമയാണ് എന്നുള്ളൊരു സംഭവം. എനിക്ക് സിനിമയിൽ അങ്ങനെ വെറൈറ്റി പരിപാടി വേണം, കൊമേഴ്ഷ്യലി എപ്പിസോഡ് ടെംപ്ലേറ്റ് ഒന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്, ജസ്റ്റ് സ്കിപ്പ് ദിസ് ഫിലിം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്നല്ല, മേജർ പോസിറ്റീവ് ഈസ് വിജയ്, ദളപതി വിജയ്. ഞാനൊരു ഭീകര സൂര്യ ഫാനാണ്. ആൻഡ് അത് പക്ഷേ എനിക്ക് വിജയനോടൊരു ദേഷ്യമോ ലൈക്ക് മോശമാണെന്നൊന്നുമില്ല. എനിക്ക് പണ്ട് തൊട്ടേ രണ്ടുപേരുടെ ഫിലിംസാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് തമിഴിൽ. ആൻഡ് കൂടുതൽ കണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റ് രണ്ടുപേരും എനിക്ക് ഓൾമോസ്റ്റ് ഈക്വലുമാണ് ആ ഒരു ഫാൻഡത്തിൽ. ആൻഡ് ഇന്നെന്നല്ല, എനിക്ക് പിന്നെ ഈ ഡാൻസും പാട്ടുമൊക്കെ ഭയങ്കര ഡാൻസ് കളിക്കാനും പിന്നെ ഈ കുത്തുപാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ആൻഡ് അതിൽ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ചിട്ടും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളതും ദളപതിയുടെ പാട്ടുകളാണ്. ആൻഡ് ഇന്ന് ദളപതി കച്ചേരി കേട്ടപ്പോഴും ദളപതി കച്ചേരി പാട്ട് തിയേറ്ററിനകത്ത് കേട്ടപ്പോഴും ഭയങ്കര അടിപൊളി ഓളമൊക്കെയാണ്. ആൻഡ് ഹീസ് 52, എന്നിട്ട് എന്ത് കിടലിനായിട്ട് ഡാൻസ് കളിക്കുന്നത് എനർജി, അതിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. ബട്ട് എന്നല്ല, ഐ ഗോണ മിസ് ഹിം. ലൈക്ക് ആ ഒരു ഡാൻസ്, ആ എനർജി, ആ ഒരു സ്റ്റൈലും സ്വാഗും ഒക്കെ ഐ ഗോണ മിസ് ഹിം ലൈക്ക് ഇൻ മൂവീസ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിനടുത്ത് രണ്ട് സീനല്ല, ഒരു ഇൻ്റർവെല്ലും ഒരു പ്രീ ഇൻ്റർവെല്ലൊരു 2 സീനുണ്ട്. ഒരു പ്രീ ഇൻ്റർവെല്ലിനകത്തൊരു കിടലിനൊരു സീനുണ്ട്, അത് ഭയങ്കര വയലൻ്റാണ്. ബട്ട് അത് തന്നൊരു കിക്ക്, അത് തന്നൊരു അഡ്രിനാലിൻ റഷ്, ഒരു രക്ഷയില്ല. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് അത് അട്ടിച്ച് പൊളിച്ചിട്ടുണ്ട്, തൂഫാനാക്കിയിട്ടുണ്ട്. ആൻഡ് ഇൻ്റർവെല്ലും ഇത് രണ്ടും, പിന്നെ ഇതിനകത്തൊരു ഫ്ലാഷ് ബാക്ക്, ഈ 3 സംഭവങ്ങൾ ഭയങ്കര രസമായിരുന്നു. ആൻഡ് അത് നല്ല എറിച്ച് നിന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അതാണ് എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആൻഡ് ബട്ട് ഹീ ഡിസേർവ്സ് എ ബെറ്റർ ഫെയർബിൾ മൂവി. ബട്ട് എന്നാലും ഈ 3 സീക്വൻസ് എടുത്തു പറയുള്ളൂ. പിന്നെ അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ബോറൊന്നും അടിച്ചില്ല. ടിൽ ക്ലൈമാക്സ് ഒരു 10-20 മിനിറ്റ് വരെ 20 മിനിറ്റ് ആയപ്പോൾ എനിക്ക് ഇത് തീരുന്നില്ലോ എന്ന് തോന്നിപ്പോയി. അത് ഭയങ്കര ലാഗായിരുന്നു. അത് ഞാൻ നെഗറ്റീവ്സിൽ പറയാം. പിന്നെ ഉള്ളത് വിജയൻ ഇതിനകത്തൊരു കാര്യം, അതായത് ഭഗവന്ത കേസരിക്കകത്ത് ഇതേ സീനുണ്ട്, ബാലയ പറയുന്നൊരു സീനുണ്ട്, ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ചിൻ്റെ പരിപാടി. അത് ഇതിനകത്തും പറയുന്നുണ്ട്. ഇതിനകത്ത് ചിലപ്പം ഈ പടത്തിന് അത് പെട്ടെന്ന് എവിടെന്നോ കയറി വന്നുകൊണ്ടായിരിക്കും, ലൈക്ക് അതപ്പം വേണമെങ്കിൽ ആ സീനിൻ്റെ ഒരു ആവശ്യമില്ലായിരിക്കും. ബട്ട് അത് വിജയെ പോലെ ഒരു നടൻ, ലൈക്ക് ഒരു ദളപതിയെ പോലെ ഇത്രയും ഒരു ഇൻഫ്ലുവൻഷ്യലായിട്ടൊരു സ്റ്റാർ പറയുമ്പം അതിന് വാല്യൂ വേറെയാണ്. അതായത് തെലുങ്കിൽ ബാലയെ എങ്ങനെ പറയുമ്പോൾ അതായത് ബാലകൃഷ്ണൻ എങ്ങനെ പറയുന്നു അങ്ങനെ ആൾക്കാർ കേട്ടത് മനസ്സിലാക്കുന്നു. അതേപോലെയാണ് ദളപതി പറയുമ്പം ഇവിടെ ഉള്ളവർ കേൾക്കുന്നത്, അറിയുന്നത്. ആൻഡ് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അവിടുത്തെ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇത് എല്ലാ ദിവസവും പഠിപ്പിച്ചാൽ നല്ലതായിരിക്കും എന്ന്. അതായത് ഹി ടോക്സ് അബൌട്ട് നമ്മുടെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് കൈൻഡ് ഓഫ് കാര്യങ്ങളാണ്. അത് പിള്ളേർ അറിയണം. ആൻഡ് സിനിമയിൽ അത് കുറച്ച് ലെന്ത് കൂടിപ്പോയി, റെലവൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതെനിക്ക് കുറച്ച് ഡൗട്ടാണ്. കാരണം പെട്ടെന്ന് എവിടെന്നോ കയറി വന്നുകൊണ്ടാണ് ഒരു കണക്ഷൻ അത് പറയാൻ വേണ്ടി പറഞ്ഞു പോയിട്ടുണ്ട്. ബട്ട് അത് പറയേണ്ട കാര്യമാണ്. പിന്നുള്ളത് എനിക്ക് നെഗറ്റീവ്സാണ്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങളും ക്ലൈമാക്സ് ഭയങ്കര ബോറായിരുന്നു. എനിക്ക് ഭയങ്കര ബോറടിച്ച്. കുറേ റോബോട്ടും ട്രെയിലറിനകത്തുണ്ട്, കുറേ റോബോട്ടും പിന്നെ കുറേ വെച്ചുള്ള പരിപാടിയും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ ആഫ്രിക്ക പോലെ ആകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് കുറേ പണ്ടത്തെ കാലത്ത് തൊട്ടുള്ള കാര്യങ്ങളും കാണിച്ചുകൊണ്ട് വരുന്നത്. ശരിയായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഫുൾ ആഫ്രിക്ക അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി കുറേ പറഞ്ഞിട്ട് പിന്നെ അങ്ങ് ഒരുമാതിരിയായി. അത് എനിക്കൊരു ലാഗ്. പിന്നെ പടം തുടങ്ങിയ ഒരു സംഭവം ഭയങ്കര ക്രഞ്ചടിച്ചു. ലിറ്ററലി ഒരു 1500 മിനിറ്റ് അയ്യേന്നായിപ്പോയി. കാരണം ഒരു ജയിലിലെ ഒരു സീക്വൻസ്, ഒരു കിളവനെ ഒരു പ്രായമുള്ള ഒരാളെ ഉറക്കാൻ വേണ്ടി കുറേ പരിപാടി കാണിക്കുന്നത്, അതൊക്കെ ഭയങ്കര ക്രഞ്ചായിട്ട് എനിക്ക് തോന്നി. പിന്നെ ശരിയായി, പിന്നെ അങ്ങനെ ഒരു സീനൊന്നും കിട്ടിയില്ല, ഭാഗ്യം, രക്ഷപ്പെട്ട്. ആൻഡ് പിന്നുള്ളത് ബോബി ഡിയോളിൻ്റെ ഡബ്ബിങ്. ബോബി ഡിയോൾ ഏതോ വായിൽ ലിപ്സിങ് ചെയ്യുന്നു, ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്തോ പറയുന്നു, ഇങ്ങേരെന്തോ പറയുന്നു. ഇടയ്ക്ക് എന്തോ ഒരു ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കറക്റ്റ് ലിപ്സിക്ക് വന്നാലായി.
പിന്നെ ബോബി ഡിയോളിൻ്റെ ഒക്കെ അതിനകത്ത് കൊള്ളായിരുന്നു, വന്നപ്പോൾ ഒക്കെ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു സീനിനകത്തൊക്കെ എന്താ ഷഡ്ഡിപ്പുറത്ത് നിർത്തി എന്നൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആലോചിക്കുമ്പോൾ ഒരു പക്ഷെ കുഴപ്പമില്ല. ഇതിലും വലിയത് കങ്കുവയ്ക്കകത്ത് ചെയ്ത് കണ്ടതാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആൻഡ് പിന്നുള്ളത് നെഗറ്റീവ്സ്, എനിക്കങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്കങ്ങനെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കഥയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആയിരിക്കും. എന്ത് പടമെന്ന് വിചാരിക്കും. പക്ഷേ ഇതങ്ങനെ കണ്ടൊരു പടം എനിക്കങ്ങനെ അല്ല ഞാൻ കണ്ടത്. ഞാൻ വിജയനെ കാണാനാണ് പോയത്, തളപതിയെ കാണാനാണ് പോയത്, പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് ഫിലിം കാണാനാണ് പോയത്. ആൻഡ് ആ ഒരു ഇമോഷനിലാണ് കണ്ടത്, ടു വാച്ച് ഹിം വൺ ലാസ്റ്റ് ടൈം, അതിനാണ് പോയത്. ആൻഡ് അതെനിക്ക് സാറ്റിസ്ഫൈഡ് ആയി. ബട്ട് ഹി ഡിസേർവ്ഡ് എ ബെറ്റർ ഫെയർവെൽ ഫിലിം എന്ന് തോന്നി, കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു തോന്നി. ആൻഡ് ഇഫ് യു ആർ നോട്ട് എ വിജയ് ഫാൻ, ഡോണ്ട് ഗോ ദർ. ലൈക്ക് അവിടെ പോയി വെറുതെ കുത്തിയിരിക്കും. ആൻഡ് അവിടെ പോയിരുന്നു നിങ്ങൾക്ക് വെറുത്തു പോകും ചിലപ്പം, ഇതെന്ത് പടം വന്ന് അവർ ചോദിച്ചു. അങ്ങനെയുള്ളവർ ആ ഏരിയ പോയാൽ യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. കണ്ടവരൊക്കെ അഭിപ്രായം പറയുക. ആൻഡ് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഈ പടം തീരുമ്പം ഒരു ലാസ്റ്റ് 1 minute ഒരു മൊണ്ടാഷ് ഷോട്ട് ഉണ്ട് പല കുറേ വിജയ് ഫിലിംസിൻ്റെ ഒക്കെ. ആൻഡ് അതൊക്കെ കുറേ അതിനകത്ത് കണ്ടപ്പം ദാറ്റ് വാസ് ചൈൽഡ്ഹുഡ് എൻഡഡ് ഇയർ എന്നൊക്കെ തോന്നുന്നിട്ട് ഭയങ്കര ഇറ്റ് വാസ് കൈൻഡ് ഇമോഷണൽ. ആൻഡ് ഫോർ മീ ഐ വിൽ മിസ് ദ ആക്ടർ വിജയ് ആൻഡ് ഹിസ് ഫിലിംസ്. സോ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.